ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗത്താണ്. അപ്പോൾ ഇന്നൊരു സർപ്രൈസോടെ ഉണ്ട്. മറ്റൊന്നുമല്ല, പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ വിഷ്ണു ശാലിനി ഇന്ന് കണ്ടുമുട്ടുകയാണ്. പക്ഷേ വിഷ്ണുവിന് അബോധാവസ്ഥയാണ്, വെള്ളം അടിച്ച് നല്ല ഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ശാലിനി ആണോ എന്നോ ഇനി എന്താണെന്നുള്ളതൊന്നും നമുക്കിനി അറിയാൻ കഴിയില്ല, നാളെ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ എന്തായാലും അവർ രണ്ടുപേരും ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പം വിഷ്ണുവിന് എന്താ ശാലിനിയെ കണ്ടാൽ അറിയാമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് വയ്യേ അത് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടി സത്യാമ്മയുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഫാമിലി ഫോട്ടോയിൽ ശാലിനിയുടെ മുഖം മറച്ചിരിക്കുന്നതിൻ്റെ ആ സിലോ ടാപ്പ് ഒന്ന് വലിച്ചിളക്കാനായിട്ട് നോക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അത് വലിച്ചിളക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ സത്യഭാമ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ സത്യാമ്മ കാണുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ സത്യാമ്മ പപ്പിയെന്ന് വിളിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ കുട്ടി നീ കാണിക്കുന്നത്? ചെറിയ കുട്ടിയാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ നിൽക്കുക, നീ എന്തിനാ ഇങ്ങനെയൊക്കെ വലിഞ്ഞു കയറുന്നത്, താഴേക്ക് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പപ്പിയോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പപ്പിക്ക് വളരെ സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ എന്താ വിചാരിച്ചത്? ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്നറിയില്ലേ? ഇവിടെ ഞാൻ പറയുന്നതാണ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കുട്ടിയെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ രാഘവൻ നായരും നമ്മുടെ പൊന്നിയും ശ്യാമയും ഒക്കെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഈ പപ്പി എന്ത് ചെയ്യും, അവിടെ നിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങ് ഓടി അകത്തേക്ക് അങ്ങ് പൊക്കളയും. അപ്പോഴത്തേക്കും നമ്മുടെ പൊന്നിയോട് നമ്മുടെ സത്യാമ്മ പറയുകയാണ്, ഒരു സ്കെച്ച് എടുത്തിട്ട് വന്ന്. അപ്പോൾ പൊന്നി വിളിക്കുകയാണ് സത്യാമ്മയെ, നിന്നോട് പറഞ്ഞത് നീ കേട്ടാൽ മതി എന്ന് സത്യാമ്മ ദേഷ്യത്തിൽ പറയുകയാണ്. അങ്ങനെ പൊന്നി എന്ത് പറ്റും, പൊന്നി പോയി ഒരു സ്കെച്ച് എടുത്തുകൊണ്ട് വരണം, മീൻസ് സ്കെച്ച് പെൻ. ആ സ്കെച്ച് പേന കൊണ്ട് സത്യാമ്മ നമ്മുടെ ശാലിനിയുടെ ഫേസ് മൊത്തം ഇങ്ങനെ വരച്ച് ഇല്ലാതാക്കുകയാണ്. അതായത് വേണ്ടാന്നുള്ള രീതിയിൽ ആരും മനസ്സിലാക്കണ്ടാകും, ഫേസിനെ ആരും കാണുകയും വേണ്ട, അവർക്കാർക്കും അത് മനസ്സിലാക്കുകയും വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിഷ്ണു കാണുന്നുണ്ട്. വിഷ്ണുവിന് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ശാലിനിയല്ലേ ചെയ്തത്. അങ്ങനെ വിഷ്ണു വിഷ്ണു അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യാമ്മ ഇതെല്ലാം കാണിക്കുമ്പോൾ രാഘവനായിട്ട് പറയുന്നുണ്ട്, നീ എന്തായി കാട്ടിയത്? നീ ഇത് എൻ്റെ മരുമകളാണ്, അവൾ എവിടെയാണെന്ന് പോലും പറയില്ല എന്ന് കേട്ടപ്പോൾ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമകളോ? അപ്പം നിങ്ങൾക്ക് എപ്പോഴും ആ മനസ്സിലുണ്ടല്ലേ? ഒരു കാര്യം ചെയ്യേ, എന്തായാലും ഈ അമാവാസി വരെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മരുമകൾ. പിറ്റേന്ന് മറ്റൊരു മോളെ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയെ നിങ്ങൾ മരുമകളായി അംഗീകരിക്കേണ്ടി വരും എന്ന് നമ്മുടെ സത്യാമ്മ പറയുകയാണ്. അപ്പോൾ രാഘവൻ നായർക്ക് ഒത്തിരി ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ടും രാഘവൻ നായർ അതെല്ലാം റിക്കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ നമ്മുടെ വിഷ്ണുവിൻ്റെ, ആശാനെന്ന് വിളിച്ച് പുറകെ കിടക്കുന്ന അയാളും നമ്മുടെ വിഷ്ണുവായിട്ട് ബാറിലിരുന്ന് നന്നായിട്ട് വെള്ളം അടിക്കുകയാണ്. നന്നായിട്ട് വെള്ളം അടിക്കുകയെന്ന് വെച്ചാൽ നന്നായിട്ട്. അപ്പം കൂടെയുള്ള ആ ഫ്രണ്ട് പറയുന്നുണ്ട്, ആശാനെ ഇങ്ങനെ അടിക്കരുത്, കരൾ കത്തിപ്പോകുന്നൊക്കെ. നീ ആരുടാ പറയാൻ? ശാലിനിയെക്കുറിച്ചാണ് ഈ വിഷ്ണു സങ്കടത്തോടെയാണ് കംപ്ലീറ്റും ഈ വെള്ളമടി തുടങ്ങിയത്. അപ്പോൾ ഇതേ പറയാണ്, ഞാനിത് വീണ്ടും തുടങ്ങിയത് എൻ്റെ അമ്മയോടുള്ള വാശിയല്ല, എൻ്റെ ശാലിനിയെ കാണുന്നില്ല എന്നൊക്കെ പറയുമ്പം ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട്, അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട്, അത് അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയിട്ടാണ്. അപ്പം ഈ വിഷ്ണുവിനത് കയറി കൊള്ളുന്നുണ്ട്. വിഷ്ണു, എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയോടോ? തന്നോട് ആരാടാ പറഞ്ഞത് ഭാര്യ പിണങ്ങിപ്പോയെന്ന്? അമ്മയും ഭാര്യയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളൊന്ന് മാറി താമസിക്കുന്നതേ ഉള്ളൂ, ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം അമ്മയെ ഇല്ലാതാക്കാൻ പറ്റുമോടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിഷ്ണു അവിടെ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഈ നമ്മുടെ ഫ്രണ്ട് പറയും, അയ്യോ ആശാനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഫ്രണ്ട് വിഷ്ണുവിനെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പുറത്തേക്ക് പോയിട്ട് വിഷ്ണു, നീ പോടാ, എനിക്ക് ഇനി ആരും സഹായവും വേണ്ടാന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മാസിലൊരു ലെറ്റർ 8 എഴുതില്ല, അത് 8 മാതിരിയൊക്കെ നടന്ന് പോവുകയാണ്. കാലൊന്നും നിലത്തുറയ്ക്കുന്നില്ല, ചപ്പൽ പോകുന്നുണ്ട്. പോയി ഇങ്ങനെ വരുമ്പോൾ തന്നെ കുറച്ച് റോഡിൻ്റെ സൈഡിലൊരു പാർക്ക് സൈഡാണ്. ആ സൈഡിൽ കുറച്ച് പേര് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആണുങ്ങളായും പെണ്ണുങ്ങളായും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ഒരു പെൺകുട്ടിയും കൂടി തിരിഞ്ഞ് നിൽക്കുമ്പോൾ ചെന്ന് ശാലിനിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞിട്ട്, എന്താടോ തനിക്ക് എന്താ കാര്യം എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വേറെ അടുത്ത് നിന്ന് ആളത് ഇടപെടുന്നുണ്ട്. അയാൾക്ക് വെള്ളം അടിച്ചതിൻ്റെ കുഴപ്പമാണ്, അയാൾ എന്താ ഈ പറയുന്നതും കാണിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല, ഇയാൾ എന്ത് ഭാവിച്ചാണെന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളോട് നമ്മുടെ വിഷ്ണുവിനോട് തട്ടിക്കയറുന്നുണ്ട്. അപ്പോൾ വിഷ്ണു എന്താടാ പറഞ്ഞതെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെയും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു, നിങ്ങളൊന്നുമല്ല, എൻ്റെ ശാലിനിയുടെ ശാലിനി എന്ന് വിളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ വിഷ്ണു ഇങ്ങനെ കാല് നിലത്തുറയ്ക്കാതെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു കാർ ഇങ്ങനെ വിഷ്ണുവിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കാർ ഇങ്ങനെ ഇടിക്കാനായിട്ട് വരും എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോൾ തന്നെ വിഷ്ണുവിനെ ഇങ്ങനെ വേറൊരു പെണ്ണ് വന്ന് ഇങ്ങനെ പിടിച്ച് മാറ്റി സൈഡിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ വലിച്ച് പിടിച്ചിപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ വിഷ്ണു നോക്കുമ്പോൾ നമ്മുടെ ശാലിനിയാണ്. ശാലിനിയും വിഷ്ണു അങ്ങനെ പരസ്പരം കാണുകയാണ്. എന്നിട്ട് ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു വിളിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് ശരിക്കും തലയ്ക്കൊരു വെളിവില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് ശാലിനി ആയി തോന്നി എന്നൊക്കെ
പറയാം വേണമെങ്കിൽ. അതിന് എന്തായാലും ശാലിനി വിഷ്ണുവും കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ ശാലിനി വിഷ്ണുവായിട്ടുള്ള കുറച്ച് കണ്ടതിൻ്റെയും അവരുടെ കണ്ണുകൾ തമ്മിലുള്ളതിൻ്റെയും എല്ലാം ഒരു കുറച്ച് നേരം അങ്ങനെ ഒന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ശാലിനി, എന്നിട്ട് പിന്നെ പറയും അല്ല ശാലിനിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് വീണ്ടും സംശയത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചിട്ട് വിഷ്ണുവായിട്ട് എന്തായി കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പം ശാലിനി വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ നിന്ന് തന്നെ അവളോടുള്ള സ്നേഹം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശാലിനിയുടെ കളക്ടറുടെ വണ്ടി വരുന്നുണ്ട്. കളക്ടറുടെ വണ്ടി വരുമ്പോൾ അയാളോട് പറയുന്നുണ്ട് ഈ സൈഡിലേക്ക് ഒതുക്കുക. നമ്മൾ ശാലിനി തന്നെ ആ ഡോറൊക്കെ തുറന്ന് വിഷ്ണുവിനെ പതുക്കെ പിടിച്ചകത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡ്രൈവറിന് അതൊന്നും ശരിക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ വിഷ്ണുവിനെ പിടിച്ച ഡോറിൻ്റെ ബാക്കിൽ അകത്താക്കിയിട്ട് അതടച്ചിട്ട് ശാലിനി മറു സൈഡ് വന്ന് നമ്മുടെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ ചേർത്ത് വെച്ച്, വിഷ്ണുവാണെങ്കിൽ ശരിക്കും ബോധമില്ല. അപ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ ശാലിനി ആണെന്നൊക്കെ പറഞ്ഞാൽ വിഷ്ണു കയറുന്നതേ ഉള്ളൂ, പക്ഷേ ശരിക്കും ബോധമില്ല. പക്ഷേ ശാലിനി വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ സ്നേഹത്തിൻ്റെ ഇതിലൊക്കെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണു എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ ശാലിനി ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നതും പിന്നെ ശാലിനി ഇങ്ങനെ ഇനി ശരിയാവത്തില്ല എന്താ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു രീതിയൊക്കെ ആയിട്ടാണ് ശാലിനി വണ്ടിയിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആ ഒരു സീറ്റിൽ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ വച്ചാണ് ആ ഭാഗം അവിടെ പൂർണ്ണമാക്കിയിരിക്കുന്നത്. അപ്പം എന്താ ഇനി ഇന്നത്തെ എപ്പിസോഡൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും വിഷ്ണു പിന്നെ ഒരു പിന്നെ മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് അറിയത്തില്ല. ഇനി വെള്ളം ഒടിച്ചത് കൊണ്ട് തോന്നിയതാവാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ നീട്ടിക്കൊണ്ട് പോകാനുമായി. ശാലിനി വേണമെങ്കിൽ ഇനി പോകുന്ന വഴിക്ക് എവിടെയാണ് വിഷ്ണുവിനെ വിടുന്നതെന്നും അറിയത്തില്ല. എന്തായാലും ഈ ഒരു വരും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.